നമസ്കാരം, പാലക്കാടൻ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്നുള്ളത് എൻ്റെ ചെറിയ മോളുടെ 4ാം പിറന്നാളാണ്. അപ്പോൾ അതിനോടനുബന്ധിച്ചുള്ള പിറന്നാൾ വിശേഷങ്ങളും അതുപോലെ തന്നെ ഇപ്രാവശ്യത്തെ ഓണാഘോഷങ്ങളും ഓണവിശേഷങ്ങളുമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഇതിലിപ്പോൾ ഈ പ്ലേ ചെയ്യുന്ന ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്യുന്ന സോങ് എന്നുള്ളത് ഇവരുടെ രണ്ടുപേരുടെയും റിക്വസ്റ്റ് പ്രകാരമാണ് ഇതിടുന്നത്. കാരണം ഈ പിള്ളേർക്ക് രണ്ടുപേർക്കും ഈ സോങ്ങാണ് ഇഷ്ടം. എനിക്കതിൻ്റെ പേര് പോലും കൃത്യമായിട്ട് അറിയില്ല. എന്നിട്ട് ഞാനിപ്പോൾ ഫോൺ വിളിച്ച് ചോദിക്കുകയും ചെയ്ത് ഏതാ പാട്ട് എന്നുള്ളത്. നോക്കുമ്പോൾ വെനസ്ഡേ എന്നുള്ള ഇതാണെന്ന് പറഞ്ഞത്. അത് ഗോസ്റ്റിൻ്റെ പാട്ടൊക്കെയാണ്, പക്ഷെ പിള്ളേർ ഇതാണ് അവർക്കിഷ്ടം. മെയിനായിട്ട് മൂത്ത മോളാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ആൾ. ഇംഗ്ലീഷ് ഇൻ്റർനാഷണൽ സോങ്സ് മുഴുവൻ അവളുടെ ഇതാണ്. ചെറിയ ആൾ പിന്നെ ഇപ്പോൾ ഈ കേക്ക് കഴിക്കുന്ന ആൾ പിന്നെ അങ്ങനത്തെ ഇതൊന്നുമില്ല. എങ്കിലും അവളെ കണ്ടിട്ട് ഇവളും അതുപോലെ ആവാൻ തുടങ്ങിയിട്ടുണ്ട് മൊത്തം. ഇതിനു മുമ്പ് ഞങ്ങൾ 2022 ഇതുപോലൊരു ബർത്ത്ഡേ ആഘോഷിക്കുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ 2022 വന്നിട്ട് ഈ വെഡ്ഡിങ് ഡേ എൻ്റെ, അതായത് സെപ്റ്റംബർ 9 എൻ്റെ വെഡ്ഡിങ് ഡേ എന്ന് വരുന്നത്. സെപ്റ്റംബർ 9. പിന്നെ 11 മോളുടെ പിറന്നാൾ, പിന്നെ 12 എങ്ങനെ ഓണം, അങ്ങനെയൊക്കെ ഈ 3 പരിപാടി 2022 വന്നിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം അതുപോലെ 9th വെഡ്ഡിങ് ആനിവേഴ്സറി. പക്ഷേ ഞാൻ 10th മധുരയിൽ നിന്ന് ഞാൻ വന്നത്. കുട്ടിയുടെ പിറന്നാൾ 11th ആയിരുന്നു. പിന്നീട് 14th നമ്മുടെ ഓണം സ്റ്റാർട്ടാവുന്നത്. അപ്പം ഞാൻ അങ്ങനെ പ്ലാൻ ചെയ്തിട്ടാണ് വന്നത്. പിറന്നാളും ഓണം കൂടി ഒരുമിച്ച് ആഘോഷിക്കാമെന്ന് പറഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ അങ്ങനെ വന്നു. പിന്നെ ഈ കുട്ടികളുടെ ഫുള്ള് ചോയ്സാണ്. ഈ കേക്ക് എങ്ങനത്തെ വേണം, എങ്ങനെ വേണം, എന്തൊക്കെ ഡെക്കറേഷൻ വേണമെന്നുള്ള പിള്ളേരുടെ ചോയ്സ് പ്രകാരം നമ്മൾ കേക്കൊക്കെ ഓർഡർ ചെയ്യുന്നതിന്. പിന്നെ ഇവർക്കൊക്കെ ഭയങ്കര സന്തോഷമാണ് ഈ പിറന്നാളെന്നൊക്കെ പറയുമ്പോൾ ആഘോഷിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ ട്രഡീഷൻ ഒട്ടും മിസ്സാവാതെ അതിൽ നിന്ന് തന്നെ എന്നാൽ ട്രഡീഷനും വേണം, അതേസമയം തന്നെ മോഡേൺ ആവണം എന്നുള്ള ഒരു നിർബന്ധം എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കേക്കുമായി സംബന്ധിച്ചുള്ള സംഭവങ്ങൾ ഊതിക്കെടുത്തുന്ന പരിപാടിയൊന്നും പണ്ട് മുതലേ താല്പര്യമില്ല. മെഴുതിലെത്തിച്ചുള്ള പരിപാടി. അപ്പോൾ കേക്ക് വെട്ടുന്നത് ഓക്കെ, പക്ഷേ അവിടെ നിലവിളക്ക് വെച്ചിട്ട് ഒരു വിളക്ക് ഊതിടുന്ന പരിപാടി എനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ആ പരിപാടി പണ്ട് മുതലേ സപ്പോർട്ട് ചെയ്തിട്ടില്ല. ഫുള്ളി ട്രഡീഷൻ എന്നുള്ള രീതിയിലോട്ടും വലിയ താല്പര്യമില്ല. കാരണം ഫുള്ള് പരമ്പരാഗതമായിട്ടുള്ള രീതിയിൽ തന്നെ പോകണം എന്നുള്ളതിനോടും എനിക്ക് വലിയ ഇതില്ലാത്തതുകൊണ്ട് അതും മിക്സ് ആവണം. എന്നാൽ അതേസമയം തന്നെ നമ്മൾ മോഡേൺ ആവുകയും വേണം. ട്രഡീഷണലാവണം, അതേസമയം അൾട്രാ മോഡേൺ ആവുകയും വേണം എന്നുള്ളതാണ് എൻ്റെ കൺസെപ്റ്റ്. അത് പ്രകാരം തന്നെയാണ്. കാരണം ഇതൊന്നും പലർക്കും അറിയുക പോലുമില്ല, പലരും ചെയ്യാറുമില്ല. പലരും കേക്ക് മാത്രം മുറിച്ചിട്ടുള്ള പരിപാടി മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആ കുട്ടിയെ നല്ല രീതിയിൽ ഒരു അനുഗ്രഹം എന്നുള്ള നിലയ്ക്ക് കൊടുക്കുക, അതൊന്നും പലരും ചെയ്യാറ് പോലുമില്ല. കാരണം അവളുടെ ഇനിയുടെ ഭാവിക്ക് പ്രധാനമായിട്ടും അച്ഛൻ്റെയും അമ്മയുടെ അനുഗ്രഹത്തോടൊപ്പം തന്നെ മുത്തശ്ശൻ്റെ മുത്തശ്ശിയുടെയും അനുഗ്രഹം, അച്ഛമ്മയുടെയും അച്ഛൻ്റെയൊക്കെ അനുഗ്രഹം, അങ്ങനെ ഈ പ്രായമുള്ളവരുടെ അനുഗ്രഹം കുട്ടിക്ക് ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ അത് വലിയൊരു ഇതായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ഇപ്രാവശ്യം പിറന്നാളുണ്ടായിരുന്ന വൈഫിൻ്റെ അമ്മായിമാരും അമ്മയും അച്ഛനും പിന്നെ എൻ്റെ അമ്മയും 2 ചേച്ചിയുടെ മോനുണ്ട്. അവനെന്തിലിപ്പോൾ വീഡിയോ വന്നിട്ടില്ല. അവൻ ഭക്ഷണം കഴിക്കണം എല്ലാം കഴിച്ചതിന് ശേഷം അവൻ എത്തിയത്. പിന്നെ ഈ കളിക്കുന്ന കുട്ടി വന്നിട്ട് ഇവളുടെ ക്ലാസ്സിൽ മോളുടെ പിറന്നാളുകാരിയുടെ ക്ലാസ്മേറ്റാണ് ആ കുട്ടി. അപ്പോൾ രാവിലെ വരാൻ വേണ്ടി പറയാൻ പറ്റിയില്ല. അപ്പോൾ നേരെ സ്കൂളിൽ വിട്ടിട്ട് വൈകുന്നേരം വന്നപ്പോഴാണ് ഭയങ്കര സന്തോഷമായിട്ട് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുക. ഇനി നമുക്ക് മോളുടെ പിറന്നാളിൻ്റെ മനോഹരമായിട്ടുള്ള നിമിഷങ്ങളെക്കുറിച്ച് നോക്കാം.
അങ്ങനെ പൂരാടൻ ദിവസം രാവിലത്തെ പൂക്കളിടുന്ന ഒരു ഇതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ കുറച്ച് ഈ ചെടികളും മറ്റൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ നിന്ന് നമ്മൾ പൂക്കളൊക്കെയാണ് പറിക്കുക. പിന്നെ ഈ അച്ഛൻ രാവിലെ വൈഫിൻ്റെ അച്ഛൻ നടക്കാൻ പോകുന്ന സമയത്ത് ഈ അവിടെ നിന്നുള്ള കുറച്ച് ചെമ്പരത്തി അങ്ങനെ സംഭവങ്ങളൊക്കെ പറിച്ചിട്ട് വരും. പിന്നെ ഈ കാണുന്ന ചെണ്ടുമല്ലി സംഭവങ്ങൾ ഇതൊക്കെ നമ്മുടെ ഇവിടെ തന്നെ ഉള്ള ഇത് തന്നെയാണ്. പിന്നെ ആ കാണുന്ന ചെമ്പരത്തിയൊക്കെ വന്നിട്ട് അച്ഛൻ പറിച്ചിട്ട് വന്നതാണ്. അപ്പോൾ അവിടെ മുല്ലയൊക്കെ വന്നിട്ട് റോഡിൻ്റെ അവിടെ ഉള്ള സംഭവം തന്നെയാണ്. പിന്നെ ആ നന്ദിയാർ വട്ടം അതൊക്കെ വീട്ടിൽ ഉള്ളത് തന്നെയാണ്. ചെമ്പരത്തി സംഭവം ഈ റെഡ് ചെമ്പരത്തിയൊക്കെ വീട്ടിൽ തന്നിട്ടുള്ളൂ. ഈ വാടാമുല്ലയൊക്കെ സംഭവങ്ങളൊക്കെ. അപ്പോൾ ഇതൊരു നമ്മുടെ ഓണം പറയുമ്പോൾ നമുക്ക് ഇതൊക്കെ ഒരു വലിയ ഇതാണ് മെയിൻ ട്രഡീഷനായിട്ട് വരുന്നത്. കാരണം നമ്മൾ 10 ദിവസം ഓണപ്പൂക്കളം ഇടുക എന്നുള്ളത് വലിയൊരു സംഭവം തന്നെ. ഇത് എൻ്റെ വീട്ടിൽ ഒരു തേക്കുമരമുണ്ട്. തേക്കുമരത്തിൽ ഞാൻ കഴിഞ്ഞ മാസം വന്ന സമയത്ത് ചിരട്ട കെട്ടി തൂക്കിയാണ്. കാരണം വിവിധ തരത്തിലുള്ള പക്ഷികൾ വരുന്നുണ്ട് വീട്ടിലോട്ട്. പിന്നെ അത് ഈ അണ്ണാർക്കണ്ണ ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഒരു ഇതിൽ വന്നിട്ട് വെള്ളവും ഒരു ഇതിൽ ഭക്ഷണവും വയ്ക്കും. അപ്പോൾ സ്ഥിരം വന്നിട്ട് കഴിച്ചിട്ട് പോകും. ആള് അടിപൊളിയാണ്. കുറേ എണ്ണം ഉണ്ട്. ഈ അണ്ണാർക്കണ്ണ വന്നപ്പോൾ ഞാൻ ഫസ്റ്റ് 2 കണ്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അതല്ല, കുറേ എണ്ണം ഉണ്ട്. പിന്നെ ഇതിപ്പോൾ നമ്മുടെ വീടിന് മുമ്പിൽ തന്നെ ഞാൻ നട്ടതല്ല, വൈഫ് വെച്ചതാണ്. ഈ പയറൊക്കെ വലുതായി നന്നായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ഇത് നമ്മുടെ കോട്ട മൈതാനത്ത് പോയിട്ട് ഞാൻ പൂവ് വാങ്ങിക്കാൻ വേണ്ടി പോയതാണ്. കാരണം പൂക്കളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ചെണ്ടുമല്ലി ഓണത്തിനുള്ള മാവിലേക്ക് വയ്ക്കാനുള്ള ചെണ്ടുമല്ലിയൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോയി. കാരണം ഓണത്തിന് തലേ ദിവസം വയ്ക്കാൻ റേറ്റ് കുറച്ച് കൂടുന്നതുകൊണ്ട് ഫസ്റ്റ് തന്നെ വാങ്ങിച്ച് വയ്ക്കാൻ വേണ്ടി പോയതാണ്. അങ്ങനെ ഉത്രാടൻ ദിവസം രാവിലെ വൈഫ് പാലക്കാടൻ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് മാവ് കൊണ്ട് അണിയ എന്നാണ് അതിന് പറയുക. അണിയാന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവെ ചില ഏരിയയിൽ ഒരുങ്ങുക എന്നുള്ള കൂടി അർത്ഥമുണ്ട്. പക്ഷേ അത് ഇവിടെ ഒരുങ്ങുക എന്നുള്ളതല്ല അർത്ഥം. ഇത് അണിയാന്ന് വെച്ചാൽ മാവ് കൊണ്ട് ഇതുണ്ട് ഡെക്കറേഷൻ ചെയ്ത് കോലമിടുക എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇത് വൈഫിന് പഠിപ്പിച്ചു കൊടുത്ത് എൻ്റെ വൈഫിൻ്റെ വലിയ അമ്മായി പഠിപ്പിച്ചു കൊടുത്താണ്. സുലോചന എന്നുള്ളത് ആ അമ്മായിയും പഠിപ്പിച്ചു കൊടുത്ത്. പിന്നെ പഠിപ്പിച്ചു കൊടുത്തിട്ട് മാത്രം കാര്യമില്ല, ഇതൊക്കെ താല്പര്യം കൂടി വേണമല്ലോ. പിന്നെ അവൾക്ക് ഇതിന് കുറച്ച് താല്പര്യമുള്ളതുകൊണ്ട് ഇതൊക്കെ ചെയ്യണം കൃത്യമായിട്ട്. പിന്നെ എന്താ പറയുക, ട്രഡീഷണലായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ താല്പര്യമുള്ള ആളാണ്. അപ്പോൾ നമ്മൾ പരമാവധി സപ്പോർട്ട് ചെയ്യും, ചെയ്യാൻ വേണ്ടി പറയും. അപ്പോൾ അതിനനുസരിച്ച് അവൾ നന്നായിട്ട് ചെയ്യും കുറേ കാര്യങ്ങളൊക്കെ. അതൊക്കെ വലിയൊരു ഇത് തന്നെയാണ് കണക്കാക്കുന്നത്. കാരണം നമ്മുടെ ഈ പാരമ്പര്യമായിട്ടുള്ള കുറേ സംഭവങ്ങളുണ്ട്. അത് നമ്മൾ മിസ്സാക്കി കഴിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ വരുന്ന തലമുറകൾക്ക് അതിനെക്കുറിച്ച് യാതൊരു അറിവില്ലാണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം നമ്മൾ പൂക്കളാണ് ഇട്ടിട്ടുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ എന്താ പറയുക, മസ്കറ്റിൽ നിന്ന് വൈഫിൻ്റെ വൈഫിൻ്റെ ബ്രദർ വന്നിട്ട് മസ്കറ്റിലാണ്. അപ്പോൾ അവൻ വെക്കേഷൻ വരുന്ന സമയത്ത് എവിടെയും ടൂറ് പോകാമെന്നുള്ള നിലയ്ക്കാണ് പറഞ്ഞത്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ പറഞ്ഞു ടൂറ് പോവുകയാണെങ്കിൽ കൂടിയിട്ട് നമ്മൾ ഇപ്രാവശ്യം മാവേലി കൃത്യമായിട്ട്, അതായത് മാവേലി എന്ന് പറയും, ചിലർ മാതേരി എന്ന് പറയും, മാതൂർ എന്ന് പറയും, തൃക്കാക്കരപ്പം എന്നൊക്കെ പറയും. ഈ കാണുന്ന തൃക്കാക്കരപ്പം. ഇത് മുമ്പ് വീട്ടിൽ ഞങ്ങളൊക്കെ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് പുറത്ത് പോയിട്ട് എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു ഓട്ട് കമ്പനിയൊക്കെ ഉണ്ട്. ഫുൾ പാടങ്ങളായിരുന്നു ആ പരിസരത്ത് കംപ്ലീറ്റ് ആയിട്ട്. അപ്പോൾ അവിടെ പോയിട്ട് മണ്ണെടുത്തിട്ട് വരികയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മണ്ണെടുത്ത് വന്നിട്ട് നമ്മൾ അടിച്ചുണ്ടാക്കും ഈ പറഞ്ഞ മാതേരി എന്നുള്ള സംഭവം. ഞങ്ങൾക്കൊക്കെ തന്നെയാണ് പണി. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഈ ഓരോ അമ്മയ്ക്കിലാട്ടി അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുക. അപ്പോൾ അതൊക്കെ നമ്മൾ കണ്ട് വളർന്നിട്ടുള്ളതുകൊണ്ട് നമ്മൾ വരുന്ന തലമുറകൾക്ക് പകർന്നു കൊടുക്കുക എന്നുള്ള രീതിയിലാണ് എൻ്റെ മക്കൾക്ക് ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഇന്ന് പലരും ഈ സംഭവം വെക്കാറില്ല. മുമ്പ് എല്ലാ വീടുകളിലും വെച്ചിരുന്നത് ഇന്ന് പല വീടുകളിൽ നിന്ന് അപ്രത്യക്ഷമായി തുടങ്ങി ഈ മാതേരി എന്നുള്ള സംഭവം, തൃക്കാക്കരപ്പം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ എനിക്കിതൊക്കെ നിർബന്ധമായിട്ടുള്ള സംഭവം. കാരണം ഞാൻ ട്രഡീഷണലായിട്ട് കുറച്ച് കാര്യങ്ങൾ എനിക്ക് ഈ ഫോളോ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പണ്ടൊക്കെ ഈ ഇല്ലനിറ അതൊക്കെ ഉണ്ടായിരുന്നു, ഈ ഒത്തിരി ഉണ്ടെന്നൊക്കെ സംഭവങ്ങളൊക്കെ കൃഷികളൊക്കെ ഉള്ള സമയത്ത് എനിക്കതൊക്കെ ഭയങ്കര താല്പര്യമുള്ള വിഷയമാണ്. പക്ഷെ അത് നിവൃത്തി ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഒന്നും ചെയ്തില്ല എന്ന് മാത്രം. പണ്ട് ഓണ സമയത്തൊക്കെയാണ് നമ്മൾ പുതിയ നെല്ലൊക്കെ യാവിലൊക്കെ ഇടിച്ചിട്ട് നമ്മളതിനെ പുത്തിരി എന്നൊക്കെ പറയും. ഒരു വർഷത്തെ നമ്മുടെ ഫലം എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ആ വിളക്ക് നോക്കിയിട്ട്, വിളക്ക് നന്നായിട്ട് കത്തുന്ന സമയത്ത് ഈ അവിൽ ശർക്കരയൊക്കെ ഉരുട്ടിയിട്ട് ഈ പഴമൊക്കെ ഇട്ട് മിക്സ് ചെയ്തിട്ട് ഒരു ഉരുളി ഉണ്ടാക്കി അത് നമ്മൾ കഴിക്കും. അതിന് പുത്തിരി ഉണ്ടെന്ന് പറയും ആ സമയത്ത്. ആ സമയത്ത് നമ്മളിപ്പം എൻ്റെ മോൾക്കും തലയിൽ ഇതൊക്കെ ഇട്ടില്ലേ, നമ്മൾ അക്ഷതമൊക്കെ ഇട്ട പോലെ ആ സമയത്ത് ഈ പുറകിൽ നിന്ന് അക്ഷത വിടും നമ്മുടെ തലയിൽ.
നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത്, ഈ ഉരുള കഴിക്കുന്ന സമയത്ത് വിളക്കിൻ്റെ നാളം ആളിക്കത്തുന്ന സമയത്ത് നന്നായിട്ട് ഇളകാതെ കത്തുന്ന സമയത്ത് നമുക്ക് നല്ലതായിരിക്കുന്നതാണ് അതിൻ്റെ ഫലം. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു കാലത്ത് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കൃഷിയുള്ള സമയത്ത്. പക്ഷേ ഇന്നിപ്പോൾ ഒന്നുമില്ല, കൃഷിയിൽ അന്യം നിന്ന് പോയി. അപ്പോൾ നമ്മൾ ഇതെങ്കിലും കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കണ്ട. അപ്പോഴല്ലേ അവർ വരും അവരുടെ കുട്ടികൾക്ക് ഇതൊക്കെ കാണിച്ചു കൊടുക്കുള്ളൂ. കാരണം എൻ്റെ അച്ഛനമ്മയൊക്കെ ചെയ്തതാണെന്ന് പറഞ്ഞിട്ട് അവരുടെ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കണം വെച്ചാൽ നമ്മൾ അവർക്ക് കാണിച്ചു കൊടുക്കണം. ഇങ്ങനെയൊക്കെ ഉണ്ട് മോളെ, ഇതൊക്കെയാണ് നമ്മൾ ട്രഡീഷണൽ ഓണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പാലക്കാടിൽ പൊതുവേ പറഞ്ഞു വെച്ചാൽ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. അങ്ങനെ അളിയൻ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. അവൻ ഉത്രാട ദിവസമാണ് എടുത്തത് പറഞ്ഞത്. അങ്ങനെ വന്നു. ഇതിപ്പോൾ ഞാൻ എന്താ ഉണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് കുറേ വെർട്ടിക്കലും കുറേ എടുത്തു. ഒരേ സമയം തന്നെ ഈ ഹൊറിസോണ്ടലായിട്ട് എടുക്കുന്നതുകൊണ്ട് മൊത്തം പണി കിട്ടി. അതാണിപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഈ കാണുന്നത്. ഞാനത് ഹൊറിസോണ്ടലായിട്ട് എടുത്ത വീഡിയോ ആണ്. ഇതിന് മാച്ച് ആവുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഈ തലതിരിച്ച് വെച്ചിരിക്കുന്നത്. കാരണം ആ സ്ക്രീൻ ഒന്ന് ഫുള്ളാവാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവൻ വെക്കേഷൻ കാരണം ഈ പിള്ളേരോട് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് വരുന്നത്. അവിടെ ഒരു 10 ദിവസം ഈ ഈദിൻ്റെയൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ 10 ദിവസം ലീവ് എടുത്തിട്ട് വന്നിരിക്കുകയാണ്. അവൻ ഇപ്പം നെടുമ്പാശ്ശേരിയിൽ നിന്ന് വന്നു. അവൻ്റെ കൂടെ ഒരു പയ്യനുണ്ടായിരുന്നു പറയുന്നുണ്ടായിരുന്നു. അവൻ പിന്നെ എപ്പോൾ വരുമ്പോഴും പിള്ളേർക്ക് നിറയെ സാധനങ്ങൾ കൊണ്ടുവരാറുണ്ട് എപ്പോഴും. അങ്ങനെ ഒരു ഇതൊക്കെ നന്നായിട്ട് അവൻ ചെയ്യും. എപ്പോഴും കുട്ടികൾക്ക് നന്നായിട്ട് ഒരുപാട് സാധനങ്ങൾ അവൻ കൊണ്ടുവരാറുണ്ട് എപ്പോഴും. കഴിഞ്ഞ വർഷമൊക്കെ വരുന്ന സമയത്ത് ഒരു ട്രോളി നിറച്ച് കുട്ടികൾക്കുള്ള ഡ്രസ്സും അവർക്കുള്ള കളിക്കാനുള്ള സംഭവങ്ങളൊക്കെ ആയിരുന്നു ഒരു ട്രോളി നിറച്ച്. അപ്പോൾ അതൊക്കെ വലിയൊരു ഇതാണ് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് പിള്ളേർ വന്ന ഉടനെ തുറന്ന് നോക്കണം എന്തൊക്കെയാണ് നോക്കാൻ വേണ്ടിയിട്ട്. കണ്ടില്ലേ കുട്ടികൾക്കുള്ള അവൾക്ക് മെയിനായിട്ട് ചിലവർക്ക് വന്നിട്ട് പറഞ്ഞാൽ ഈ എന്താ പറയുക ഈ കളറിങ് സംഭവങ്ങൾ അത് ഇഷ്ടമാണ്. പിന്നെ അതുപോലെ തന്നെ കുറേ ടോയ്സ് അവൻ കൊണ്ടുവരാറുണ്ട് സാധാരണ. ഇതേ നമ്മൾ മാവേലിക്ക് അങ്ങനെ വെച്ച ഭക്ഷണമാണ്. അവർ മാവേലിക്ക് പൂജ കഴിഞ്ഞിട്ട് ശേഷമായിരിക്കും നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കുക. അപ്പോൾ അങ്ങനെ ഉത്രാടത്തിൻ്റെ ഇതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉത്രാടം ദിവസം പറഞ്ഞിട്ട് നമ്മൾ വെച്ച പായസം എന്നുള്ളത് ഈ പരിപ്പ് പായസം വെച്ചിട്ടുണ്ടായിരുന്നു, ചെറുപയർ പായസം. ഇതുണ്ടല്ലേ, വന്ന ഉടനെ അവൾ ഡ്രസ്സ് മാറി. പട്ടുപാവാട മറ്റൊക്കെയാണ് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ മാറ്റിയിട്ട് ആൾ വന്ന ഉടനെ ഇപ്പോൾ അവൻ കൊണ്ടുവന്ന ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ കണ്ട ഫ്ലൈൻ ഡോൾ പിള്ളേർക്ക് വന്നതിന് ഇത് ചാർജ് ചെയ്യുന്ന സമയം 2 കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് ഈ മൂത്ത മോളിൽ കിട്ടി എന്താ പ്രശ്നം വെച്ചാൽ പെട്ടെന്ന് നാശമാക്കി വിടും അവൾ. അങ്ങനൊരു സംഭവം അവൾക്കുണ്ട്. അങ്ങനെ ഉത്രാടം ദിവസത്തെ നമ്മുടെ മാവേലിയുടെ നമ്മളെ പൂജയെല്ലാം കഴിഞ്ഞു. ഇനി ഭക്ഷണം കഴിക്കാനുള്ള സെറ്റപ്പിലോട്ട് പോവുകയാണ്. പിന്നെ ഈ പൂജകളെല്ലാം ചെയ്യുന്നത് വൈഫ് തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ പൂജാരിയാണെങ്കിൽ കൂട്ടിയിട്ട് ഞാൻ ചെയ്യാറില്ല, ഞാൻ അവളെ കൊണ്ട് ചെയ്യിപ്പിക്കുക. കാരണം ഒരു ഗൃഹത്തിൻ്റെ ഒരു എന്താ പറയുക ഗ്രഹനാഥനൊക്കെ ഓക്കെയാണ്. പക്ഷേ ഗൃഹനാഥ ഒരു വീടിൻ്റെ ഒരു ഐശ്വര്യനൊക്കെയുള്ള സ്ത്രീയാണല്ലോ. അപ്പോൾ പരമാവധി സ്ത്രീകളെ കൊണ്ട് ഇതിലൊക്കെ കൂടി പൂജയൊക്കെ ചെയ്യിപ്പിക്കുക. ഞാൻ ഈ വീടുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സംഭവങ്ങളൊക്കെ ഞാൻ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത്. അപ്പോൾ അവളും ചെയ്യും, കുഴപ്പമൊന്നുമില്ല. മോളും ചെയ്യാറൊക്കെ ഉണ്ട്. മോളും അത്യാവശ്യം ചെറിയ രീതിയിലുള്ള പൂജകളൊക്കെ മൂത്ത മോളൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ ഞങ്ങൾ ഉത്രാടം ദിവസത്തെ ഓണസദ്യ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഇല എനിക്കുള്ള ഇലയാണ്. ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഞാൻ മാറി നിൽക്കണം. അങ്ങനെ അവർ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുകയാണ്. ഇതൊക്കെയാണ് നമുക്ക് നമുക്ക് ഓണം എന്നൊക്കെ പറഞ്ഞ സമയത്ത് നമുക്ക് എങ്ങനെയൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് അതൊരു സന്തോഷം. ഹാപ്പി ഓണം. അങ്ങനെ ഉത്രാടം ദിവസം ഞങ്ങൾ ഗംഭീരമായിട്ട് ആഘോഷിച്ചു. അതിനുശേഷം തിരുവോണ ദിവസം രാവിലെ സമയത്ത് വീണ്ടും പഴയ പോലെ മുറ്റം നിറച്ച് അണിഞ്ഞു വിടുക. മാവ് കൊണ്ട് നന്നായിട്ട് അണിയാം എന്നുള്ള സംഭവമാണ്. നമ്മൾ പിന്നെ ഇവർക്ക് നന്നായിട്ട് പിന്നെ ഭാര്യയ്ക്ക് നന്നായിട്ട് അണിയാൻ നന്നായിട്ട് കിട്ടും. നല്ല അസലായിട്ട് ഇതൊക്കെ ചെയ്യും നന്നായിട്ട്. അതൊക്കെ നന്നായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റും. കാരണം ചിലവർക്കൊന്നും കിട്ടില്ല. ഇപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ എൻ്റെ 2 ചേച്ചിമാർക്ക് ബാക്കി ചെറിയ ചേച്ചിക്കൊന്നും കിട്ടാറില്ല. അപ്പോൾ വൈഫിൻ്റെ അമ്മയ്ക്ക് ഇതുപോലെ അണിയാൻ കിട്ടാറില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട്. എല്ലാവർക്കും കിട്ടില്ല. കിട്ടുന്നവർ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിന് ട്രൈ ചെയ്യണം എന്നുള്ള സംഭവം കൂടി ഉണ്ടല്ലോ.
അത് ചിലർ ട്രൈ ചെയ്യാൻ പോലും നിൽക്കില്ല. ഇവൾക്ക് പിന്നെ അതിലൊക്കെ വാസനയുള്ളതുകൊണ്ട് അവൾ ചെയ്യുന്നുണ്ട് നന്നായിട്ട്. എനിക്കും ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ട്രഡീഷണൽ കാര്യങ്ങൾ ചെയ്യുന്നത് പൊതുവെ എനിക്കിഷ്ടം തന്നെയാണ്. നമ്മളതിന് പരമാവധി പ്രോത്സാഹിപ്പിക്കും. കാരണം ഇതൊന്നും അന്യം നിന്ന് പോകാൻ പാടില്ലല്ലോ. കാരണം നമ്മൾ കാണിക്കുന്നതല്ലേ പിള്ളേർ കണ്ട് വളരുന്നത്. അപ്പോഴല്ലേ അവർ വരും തലമുറകൾക്ക് ഇതൊക്കെ കാണിച്ചു കൊടുക്കുള്ളൂ. അല്ലെങ്കിൽ പിന്നെ അവർക്കൊന്നും അറിയില്ല. നാളെ എന്തായി സാധനം ചോദിച്ചാൽ അവരെന്താണെന്ന് ചോദിക്കും, ഒന്നും അറിയില്ല അവർക്ക്. അപ്പോൾ അവരെ നമ്മൾ പരമാവധി നമ്മുടെ ട്രഡീഷൻ നഷ്ടപ്പെടാതെ അവർക്ക് കാണിച്ചു കൊടുക്കുക. പൂർണ്ണമായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ കൂടുതൽ ഒരു പകുതിയെങ്കിലും ചെയ്ത് കാണിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഒരു കാലുഭാഗം നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുക്കുക. അപ്പോൾ അവരുടെ മനസ്സിൽ, കുട്ടികളുടെ മനസ്സിൽ എന്നും അത് നിൽക്കും. ഞാനൊക്കെ കുട്ടിക്കാലത്ത് കണ്ടു വന്നതുകൊണ്ട് എനിക്ക് വീണ്ടും വീണ്ടും ചെയ്യാൻ തോന്നുന്നത്. കാരണം നമുക്കൊരു ഈ ഓണം എന്നൊക്കെ എൻ്റെ പറയുന്ന സമയത്ത് നമ്മളിങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്താണ് നമുക്ക് അതിൻ്റെ ഒരു പൂർണ്ണതയായിട്ട് എനിക്ക് തോന്നിക്കുന്നത്. എനിക്ക് ഈ പൂക്കളിടുന്ന സമയത്ത് ഈ ഇതുപോലെ മാതേര് തൃക്കാക്കരപ്പന വെക്കാത്ത സമയത്ത് പൂക്കൾ മാത്രം ഇടുന്ന സമയത്ത് എനിക്ക് അത്രയ്ക്കും സാറ്റിസ്ഫാക്ഷൻ എനിക്ക് ഇത്ര ഒരു സാറ്റിസ്ഫാക്ഷൻ എനിക്ക് കിട്ടാറില്ല. കാരണം ഇത് ഇടുന്ന സമയത്താണ് ഒരു ആലങ്കാരികമായിട്ടുള്ള ഓണത്തിൻ്റെ ഒരു പൂർണ്ണത വരിക എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പരമാവധി ഞാനത് വെക്കാൻ ശ്രമിക്കാറുണ്ട്. തൃക്കാക്കരപ്പൻ എന്നുള്ളത് അല്ലെങ്കിൽ മാതേര് എന്നുള്ളത് വെക്കാൻ ശ്രമിക്കാറുണ്ട്. മാവേലിയിൽ നിന്ന് വെക്കാൻ ശ്രമിക്കാറുണ്ട്. പാലക്കാട് ഗ്രാമങ്ങളിൽ പൊതുവെ എല്ലാ വീടുകളിലും ഈ സംഭവം ഉണ്ടാവും. ഇപ്പം ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കിയതല്ല, അത് ഞാൻ റെഡിമെയ്ഡ് വാങ്ങിച്ചതാണ് സംഭവം. അങ്ങനെ തിരുവോണത്തിൻ്റെ സദ്യയാണ് ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രാവശ്യം തിരുവോണത്തിന് അടപ്പായസം വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 10 വക കറികളൊക്കെ ഉണ്ടായിരുന്നു. ഈ പാചകം കംപ്ലീറ്റ് ആയിട്ടും വൈഫിൻ്റെ അമ്മയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കറികളുണ്ടാക്കുന്നതും അതുപോലെ പായസം വയ്ക്കുന്നതും കംപ്ലീറ്റ് ആയിട്ട് ആ അമ്മ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പുറത്തുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുകയായിരുന്നു. അങ്ങനെ പ്രശസ്ത ഓണം വളരെ ഗംഭീരമായിട്ട് ആഘോഷിക്കാൻ സാധിച്ചതിന് ഈശ്വരനോട് നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം.